കേരളത്തിലെ പശ്ചിമഘട്ടത്തിന്റെ ആഴങ്ങളിൽ മനുഷ്യ ശബ്ദത്തേക്കാൾ നിഴലുകൾക്ക് അധികാരമുള്ള ഒരു സ്ഥലമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആ സ്ഥലത്തിന്റെ പേരാണ് ബോണക്കാട്. ഒരു കാലത്ത് തേയിലത്തോട്ടങ്ങളുടെ ആരവങ്ങളാൽ നിറഞ്ഞ ആ സ്ഥലം ഇന്ന് കാലം മറന്ന തകർന്നൊരു കെട്ടിടം മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പുറമേ കാണുന്ന ആളുകൾക്ക് വളരെയധികം സാധാരണയായി കാണപ്പെടുന്ന ഒരു കെട്ടിടം. എന്നാൽ രാത്രിയായി കഴിഞ്ഞാൽ ആ കെട്ടിടത്തിന്റെ പടികൾ കടക്കാൻ ശ്രമിച്ചവരും ആ കാടിന്റെ തണുപ്പിൽ ഒറ്റപ്പെട്ടവരും പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ്: ആ ബംഗ്ലാവിനുള്ളിൽ ആരുടെയോ സാന്നിധ്യമുണ്ട്. പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പാരാനോർമൽ പ്ലേസുകളിൽ ഒന്നായി കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ബോണക്കാട് ബംഗ്ലാവിനെ പറ്റിയിട്ടാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും മണിക്കൂറുകൾ അകലെ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ബോണക്കാട്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ബംഗ്ലാവ് ഒരു കാലത്ത് ഒരു മനോഹരമായിട്ടുള്ള എസ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് അത് ആളുകൾ ഒഴിഞ്ഞു പോയ അല്ലെങ്കിൽ കാടിനാൽ മൂടപ്പെട്ട് കിടക്കുന്ന വളരെയധികം ക്രീപ്പി ആയിട്ടുള്ള തകർന്ന ഒരു ബിൽഡിംഗ് ആണ്. ഈ ഒരു ബംഗ്ലാവിന് ചുറ്റും താമസിക്കുന്ന പ്രദേശവാസികൾക്ക് ഈ ഒരു ബംഗ്ലാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഭയമാണ് ഉണ്ടാവുന്നത്. അവർ പറയുന്നത് രാത്രിയായി കഴിഞ്ഞാൽ ആ ഒരു ബംഗ്ലാവിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ആരോ നടന്നു നീങ്ങുന്നത് പോലെയുള്ള ഒരു കാൽപ്പാടിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ സാധാരണ മനുഷ്യർ നടക്കുന്ന പോലെയുള്ള ഒരു കാൽപ്പാടിന്റെ ശബ്ദമല്ല ആ ഒരു ബംഗ്ലാവിന് മുകളിൽ നിന്ന് കേൾക്കുന്നത്. മറിച്ച് എന്തോ ഭാരമുള്ള ഒരു വസ്തു വലിച്ചിഴയ്ക്കുന്നത് പോലെയുള്ള ഒരു കാൽപ്പാടിന്റെ ശബ്ദമാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. എന്തായിരിക്കാം ഈ ഭാരമുള്ള വസ്തു? ചിലപ്പോൾ വളരെയധികം ഭാരമേറിയിട്ടുള്ള ഒരു മൃതശരീരം ആരെങ്കിലും വലിച്ചുകൊണ്ട് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ആരെങ്കിലും വലിച്ചുകൊണ്ട് നീങ്ങുന്നതായിരിക്കാം. എന്താണ് ഈ ഒരു സംഭവം എന്നതിനെ പറ്റിയിട്ട് ആർക്കും തന്നെ, പ്രദേശവാസികൾക്ക് പോലും ഒരു വിധത്തിലുള്ള ഐഡിയാസും ഇല്ല എന്ന് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബോണക്കാട് ബംഗ്ലാവിനെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അവിടെയുള്ള പ്രദേശവാസികളിൽ നിന്ന് പോലും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് വെള്ള വസ്ത്രധാരിയായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ കഥയായിരുന്നു. രാത്രികാലങ്ങളിൽ ബോണക്കാട് ബംഗ്ലാവിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ ഡ്രൈവ് ചെയ്ത് പോയിട്ടുള്ള ഒരുപാട് ഡ്രൈവർമാര് ഈ ഒരു സ്ത്രീയെ നേരിട്ട് കണ്ടതായിട്ട് പല സ്ഥലങ്ങളിലും അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഈ ഒരു വഴിയിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് മൂടൽ മഞ്ഞിൽ മൂടി നിൽക്കുന്ന വഴിയരികില് ഈ ഒരു സ്ത്രീയുടെ രൂപം പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ തങ്ങൾ വണ്ടി നിർത്തുന്ന ആ നിമിഷം തന്നെ ആ ഒരു സ്ത്രീയുടെ രൂപം അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. ഇതൊക്കെ കേവലം തോന്നലുകളാണ് എന്ന് പല ആളുകളും വിചാരിച്ചിരുന്നുവെങ്കിലും അവരുടെ ആ ഒരു തോന്നലുകൾ ശക്തമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഒരിക്കലൊരു യാത്രികൻ തന്റെ വാഹനത്തിലെ റിയർ വ്യൂ മിററിലൂടെ ഈ ഒരു പെൺകുട്ടിയുടെ രൂപം പുറകിൽ നിൽക്കുന്നതായിട്ട് കാണപ്പെടുകയാണ്. തന്റെ വാഹനത്തിന് മുന്നിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല, താൻ ഒറ്റയ്ക്കായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. റിയർ വ്യൂ മിററിലൂടെ ഈ ഒരു സ്ത്രീയുടെ രൂപം വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. കേവലം ആ സ്ത്രീയുടെ കണ്ണുകൾ മാത്രമായിരുന്നു അവന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ കണ്ണുകൾ എന്ന് പറയുന്നത് വളരെയധികം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രസൻസിന്റെ കണ്ണുകൾ പോലെ, അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള യാതൊരുവിധ തുടിപ്പും ഇല്ലാത്ത കണ്ണുകളായിരുന്നു. പൂർണ്ണമായും വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന വളരെയധികം ഭീതികരമായിട്ടുള്ള രണ്ട് കണ്ണുകൾ. ആ ഒരു സ്ത്രീയുടെ രൂപം കണ്ട ഉടനെ തന്നെ ആ ഒരു വണ്ടിക്കുള്ളിലേക്ക് ശക്തമായിട്ടുള്ള ഒരു തണുപ്പ് ഇരച്ചു കയറുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ അവൻ പെട്ടെന്ന് വണ്ടി എടുത്ത് ആ ഒരു പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുകയാണ്. ഇത്തരത്തിലെ ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു പ്രദേശത്തെ പറ്റിയിട്ട് ഞെട്ടിക്കുന്ന ഒരുപാട് കഥകൾ പുറത്തേക്ക് വരാനായിട്ട് ആരംഭിക്കുന്നത്. ബോണക്കാട് ബംഗ്ലാവ് എന്ന് പറയുന്ന ഈ ഒരു ബംഗ്ലാവിനുള്ളിൽ വർഷങ്ങൾക്ക് മുൻപ് വളരെയധികം ദാരുണമായ രീതിയിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മരണത്തിന് ശേഷമാണ് ഈ ഒരു ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇത്തരത്തിലെ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ആരംഭിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇവയൊക്കെ കേവലം അർബൻ ലെജൻഡറി സ്റ്റോറീസ് ആണ്, അല്ലെങ്കിൽ കെട്ടുകഥകളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം യുവാക്കളുടെ സംഘം ബോണക്കാട് ബംഗ്ലാവിൽ ഒരു വിധത്തിലുള്ള പ്രേതബാധയോ അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള സൂപ്പർ നാച്ചുറൽ പ്രസൻസും ഇല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ ക്യാമറയും പിടിച്ചുകൊണ്ട് ആളുകൾ ഉപേക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ ആളുകൾ പോകാൻ മടിക്കുന്ന ആ ബംഗ്ലാവിനുള്ളിലേക്ക് പോവുകയാണ്. ആദ്യമൊക്കെ എല്ലാം തന്നെ സാധാരണമായിരുന്നു. മാറാല കൊണ്ട് മൂടിയ അല്ലെങ്കിൽ കരിഞ്ഞുണങ്ങിയ ഫർണിച്ചറുകൾ മാത്രം കിടക്കുന്ന വളരെ സാധാരണയായ തകർന്ന ഒരു കെട്ടിടം എന്ന നിലയിലായിരുന്നു അവർ കാര്യങ്ങളെ ആദ്യം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്.
എന്നാൽ രാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് ആ ബംഗ്ലാവിനുള്ളിലെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മാറി മറിയുകയാണ്. മുകളിലത്തെ നിലയിൽ നിന്നും ടക് ടക് എന്ന രീതിയിലുള്ള ഒരു ശബ്ദമാണ് ആദ്യമായിട്ട് അവർ കേട്ടത്. പിന്നീട് ആ ഒരു ബംഗ്ലാവിന്റെ കോറിഡോറിൽ നിന്നും പാദസ്വരങ്ങളുടെ കിലുക്കവും കേൾക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു കാര്യമൊക്കെ ആയപ്പോഴേക്കും ഇവരിത് പകർത്താനായിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് ഈ വിഷ്വൽസ് ഒക്കെ പകർത്താനായിട്ട് ശ്രമിച്ചു. ഇന്നും ബോണക്കാട് ബംഗ്ലാവിനെ പറ്റിയിട്ട് സ്പ്രെഡ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ജനലിന്റെ അരികില് മങ്ങിയ വെളിച്ചത്തില് അനങ്ങുന്ന ഒരു രൂപത്തെ അതിനുള്ളിൽ കാണാനായിട്ട് കഴിയും. ആ ഒരു ബംഗ്ലാവിനുള്ളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ആ ഒരു യുവാക്കൾ മാത്രമായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നതെങ്കിൽ, ആരാണ് ആ ഒരു ജനലിനരികിൽ അനങ്ങിയിട്ടുണ്ടായിരുന്ന ആ രൂപം? ഈ ഒരു ചോദ്യം ആയിരക്കണക്കിന് ആളുകൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ യുവാക്കൾക്ക് നല്ല രീതിയിലുള്ള ഭയം ഉണ്ടാവുകയും ആ ഒരു ബംഗ്ലാവിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാൽ വീട്ടിലെത്തിയതിനു ശേഷം തങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വിഷ്വൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അവര് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കുന്നത്. കാരണം ആ ഒരു വിഷ്വലിനകത്ത് കാണുന്നത് പോലെ ആ ഒരു രൂപം ജനലിനരികിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. മറിച്ച് ഈ ഒരു യുവാക്കൾ നിന്നതിന്റെ ഏറ്റവും പുറകിലായിട്ട്, അല്ലെങ്കിൽ നേരെ പുറകിലായിട്ടായിരുന്നു ആ ഒരു രൂപം നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്രെയിം കണ്ടിട്ടുള്ള ആളുകളിൽ പല ആളുകളും പിന്നീട് ഭയന്നിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല എന്നുള്ള രീതിയിലുള്ള കഥകളായിരുന്നു പിന്നീട് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത്. ബോണക്കാട് ബംഗ്ലാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ്റ്ററി ആയിട്ട് ഇന്നും കണക്കാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാത്രി 2 മണിക്ക് ശേഷം ആ ഒരു കാടിനുള്ളിൽ പ്രവേശിക്കുന്ന ആളുകൾ വളരെ വികൃതമായ രീതിയിലുള്ള ഒരു കരച്ചില് ആ ഒരു കാടിനുള്ളിൽ നിന്ന് കേൾക്കാറുണ്ട്. അതൊരു മനുഷ്യന്റെ കരച്ചിലാണോ, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രസൻസിന്റെ ഒരു കരച്ചിലാണോ, അല്ലെങ്കിൽ ഒരു ശബ്ദമാണോ എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇന്നും വളരെയധികം അത്ഭുതത്തോടും ഭീതിയോടും കൂടി നോക്കി കാണുന്ന ഒരു കാര്യമാണ്. ആ ഒരു ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അടുക്കളയിലേക്ക് ചെല്ലും തോറും ആ ഒരു ശബ്ദം ദൂരേക്ക് മാറിപ്പോകുന്നതായിട്ടാണ് അവിടെ ചെന്നിട്ടുള്ള പല ആളുകൾക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. രാത്രി കാലങ്ങളിൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നായ്ക്കൾ പോലും ആ ഒരു ബംഗ്ലാവിന് നേരെ നോക്കി കുരയ്ക്കാനായിട്ട് ഭയപ്പെടാറുണ്ട്. അദൃശ്യ ശക്തികളെ മനുഷ്യരെക്കാൾ മുൻപേ തിരിച്ചറിയാനായിട്ട് മൃഗങ്ങൾക്ക് കഴിയും. ആ ഒരു ബംഗ്ലാവിന്റെ കല്ലുകൾക്ക് പോലും ഭീകരമായ പല ചരിത്ര കഥകളും പറയാനുണ്ട്. ഇവയൊക്കെ കേവലം കെട്ടുകഥകളാണ് എന്നൊരു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഭ്രമങ്ങളാണ് എന്ന വിശ്വാസത്തിൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ കേവലം കെട്ടുകഥകളാണ് എന്ന വിശ്വാസത്തിൽ ബോണക്കാട് ബംഗ്ലാവിലേക്ക് പോകാനുള്ള ധൈര്യമുണ്ട്. ഇവയൊക്കെ കേട്ട് കഴിയുമ്പോൾ ബോണക്കാട് ബംഗ്ലാവ് വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? പക്ഷെ ഒരിക്കൽ നിങ്ങൾ ബോണക്കാട് ബംഗ്ലാവ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന ഒരു ഭീകര സ്വപ്നമായി അത് മാറിയേക്കാം. ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സീക്രട്ട് ബുക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടാതെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നല്ല മനോഹരമായിട്ടുള്ള കഥകളായിട്ട് നമ്മുടെ ചാനലിലൂടെ ഇത് പ്രസൻറ്റ് ചെയ്യാനായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി see you in the next chapter. Until then, it's me Jaswin from Secret Book, signing off.